എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഫ്ലവേഴ്സിൽ അനന്തരം അത് മാത്രമല്ല അത് ചിലത് ഇങ്ങനെ ഡിസേബിൾ ഉള്ളവർക്ക് ഒരു പിന്നെ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പറയായിരുന്നു. അത് അതിന് മുമ്പ് ഫ്ലവേഴ്സിൽ പിന്നെ കോമഡി ഉത്സവത്തിൽ കിട്ടിയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പോയില്ല. തങ്കനൂപുരമോഴുകും മന്ത്രമധുമൊഴിയോ അങ്ങനെയൊക്കെ ഒരു അടുത്ത വീട്ടിൽ വന്ന് കയറിയതാ. നല്ല ടൈം ആയതുകൊണ്ട് കൈവിട്ട് താഴെ പോയി. സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ്, അതായത് നട്ടനക്ഷതം. എല്ലാവർക്കും നമസ്കാരം. പാട്ടിനോടൊപ്പം ജോഷി എന്ന പ്രോഗ്രാമിലാണ് ഇന്നത്തെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ശശിയേട്ടനാണ്. ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിനെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. വിശേഷങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ പറ്റുമോ? നമസ്കാരം, എൻ്റെ പേര് ശശികുമാർ, ഞാൻ ചായത്താണ്. പിന്നെ ഒരു 10-29 വർഷം മുമ്പ് ഞാനൊന്ന് വീണതാണ്. അപ്പോൾ അതിനുശേഷം ഒരു 2006 എറണാകുളം പോയി. അവിടെ ട്രെയിനിങ് സെൻ്ററൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു ഒരു ട്രൂപ്പൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് ഞങ്ങളെ പോലെ പറ്റിയവർ തന്നെയാണ് ഒരു ട്രൂപ്പ് ഒക്കെ ആക്കി നല്ല രീതിയിൽ പോയിക്കൊണ്ടൊക്കെയായിരുന്നു. കുറേ വർഷം അങ്ങനെ അവിടെ പരിപാടിയൊക്കെ ആയിട്ട് പോയി. പിന്നെ ഇപ്പം നാട്ടിലൊന്ന് സെറ്റിലായി. പിന്നെ പാട്ട് മുമ്പേ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ പഠിക്കാനൊന്നും പറ്റിയില്ല. അപ്പം നമ്മൾ പാടി അങ്ങനെ ഓരോ പ്രോഗ്രാമിന് പോയി പാടി കുറച്ചും കൂടി ഡെവലപ്പാക്കി എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ വലിയൊരു പാട്ടുകാരനൊന്നുമല്ല കേട്ടോ. മറക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ വിദ്യാധരൻ മാഷ്, മ്യൂസിക് ഡയറക്ടർ വിദ്യാധരൻ മാഷ് അജന്റ് സാറിൻ്റെ കൂടെ ഒരു ട്രൂപ്പിലെ ഒരു ചാൻസ് കിട്ടിയെന്ന് പ്രാവശ്യം പണ്ട് കട്ട് വന്നിട്ടുണ്ടോ. അപ്പോൾ അത് എൻ്റെ അനുഭവമായിരുന്നു. ഐഡിയസ് നഴ്സിംഗ് കുറച്ചു കാലം മുമ്പ് വന്ന് ദുർഗ വിശ്വനാഥ്, ദുർഗയുടെ കൂടെ കുടികാരുടെ കൂടെ ചേർത്ത് പാടാൻ പറ്റി. അതൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് ആദ്യമായി പാടുന്നത്? പാടാൻ എനിക്ക് ഒരുപാട് പാടുന്ന ഇഷ്ടം. കൂടുതലും പാടുന്നത് പിന്നെ മെലഡീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല 90s 90 നല്ല നല്ല പാട്ടുകളാണ്, അതെനിക്കിഷ്ടം. പിന്നെ എൻ്റെ മ്യൂസിക് ഇഷ്ടമുള്ള ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ മാഷ്, ജോൺസൺ മാഷ്. അങ്ങനെ ആ കാറ്റഗറിയിലുള്ള എല്ലാവരും ഇഷ്ടമാണ്. ഇപ്പോഴത്തെ പാട്ടുകൾ ഇഷ്ടം തന്നെയാണ്. പക്ഷെ ഇന്ന് പാടാൻ ഇച്ചിരി അന്നത്തെ പോലുള്ള ഇന്ന് പാട്ടുകൾ കുറവാണല്ലോ. ശരിക്കും നല്ല മെലഡീസ് ഒക്കെ കുറവാണ്, പാട്ട് കുറവാണ്. അപ്പോൾ കുറച്ച് മുമ്പത്തെ പാട്ട് ഞാൻ പാടാം. നിഴലകന്നൊരു വീതിയിൽ മലരു കൊണ്ടൊരു മന്ദിരം വെറുതെ ഞാനൊരുക്കി, വെയിലിൽ വാടാതെ മഴയിൽ നനയാതെ കാത്തിരുന്നുവെങ്കിലും മൃദുലമാമൊരു തെന്നല ആ സ്വപ്ന സൗധമുടഞ്ഞു പോയി, തങ്കനൂപുരമോഴുകും മന്ത്രമധുമൊഴിയോ. നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ശശിയേട്ടാ, എന്താണ് ശരിക്കും ഇത് പറ്റിപ്പോയത്? അപകടം എന്ന് പറയുന്നത് പറ്റിയത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പഠിക്കുന്ന സമയത്ത് നമുക്കൊന്നൊരു എനിക്ക് അച്ഛനമ്മയ്ക്കും കുറച്ച് നാളെ മരിച്ചുപോയി. കുഞ്ഞുനാളിലെ അച്ഛൻ മരിച്ചുപോയി. പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അന്ന് ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്യുമായിരുന്നു. നമുക്ക് ആവശ്യമുള്ളത് സ്കൂളിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള, മറ്റുള്ളവരെ ആശ്രയിക്കാത്ത രീതിയിൽ ആയിരുന്നു ഉദ്ദേശം. അപ്പൊ തൊട്ടടുത്ത വീട്ടിലൊരു വന്നു പറഞ്ഞാല് നമുക്കൊരു വരുമാന മാർഗം, ശരി നാടൻ പണി അല്ലെങ്കിൽ പഠിക്ക് ചെറിയ പ്രായത്തിൽ കേട്ടോ. പിന്നെ കവുങ്ങ് കയറുക, അങ്ങനെ ഒരു ദിവസം അങ്ങനെയൊക്കെ ഒരു അടുത്ത വീട്ടിൽ വന്ന് കയറിയതാ. നല്ല ടൈം ആയതുകൊണ്ട് കൈവിട്ട് താഴെ പോയി. സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ്, അതായത് നട്ടനക്ഷതം. ഇപ്പോൾ 29-30 വർഷത്തോളമായി. അതായത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 1993 ഡിസംബർ 3-ാം തീയതിയാണ് ഞാൻ വീഴുന്നത്. അതാണ് പിൻകാലത്ത് വേൾഡ് ഡിസബിൾ ഡേ ആയിട്ട് തിരഞ്ഞെടുത്തത്. അതെല്ലേ, ഡിസംബർ 3-ാം തീയതിയാണ് വേൾഡ് ഡേ. അന്നതില്ലായിരുന്നു. അതിനുശേഷം 2006 അന്ന് വീട്ടിൽ ഒരു 9 വർഷം അങ്ങനെ കിടന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു റൂമ്, ഒരു ജനാല, ഒരു ആയിരുന്നു നമ്മുടെ അന്നത്തെ. കുറച്ച് ബുക്സുകൾ കൂട്ടുകാർ
അങ്ങനെ ജീവിച്ച് പോകുമായിരുന്നു. അതിനുശേഷം എറണാകുളത്ത് ഒരു സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു, ട്രെയിനിങ് സെൻറ്റർ, സ്വാശ്രയ റീഹാബിലിറ്റി സെൻറ്റർ എന്ന് അതിൻ്റെ പേര്. സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയുള്ളവർക്കൊരു ട്രെയിനിങ് സെൻറ്റർ അത് നടത്തുന്നു. നമ്മളെപ്പോലെ പറ്റിയൊരു ചേട്ടയെ റജി എബ്രഹാം. അപ്പം അന്ന് 2006 ഞാൻ പോകുന്നത്. അപ്പം അതറിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. 2006 അവിടുന്ന് മുതൽ 2015 വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതല്ലേ ജീവിതത്തിന്റെ കാര്യങ്ങൾക്ക് രണ്ടാമത്തെ ജന്മമായിരുന്നു ശരിക്കും. അവിടുത്തെ രണ്ടാമത്തെ ടേണിംഗ് ആയിരുന്നു അത്. പിന്നെ അതല്ലേ എനിക്ക് ഇത്രത്തോളം ചെയ്യാൻ പറ്റും, ഞാൻ എവിടെ യാത്ര ചെയ്യാൻ പറ്റും, വണ്ടി ഓടിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. നമ്മുടെ കാര്യങ്ങൾക്ക് മറ്റുള്ളവർ ആശ്രയങ്ങളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനു മുമ്പ് കടത്തിൽ തന്നെ ആയിരുന്നു. ഒറ്റക്കടത്ത് 9 വർഷം അത് തന്നെയായിരുന്നു. ഒന്നും അറിയില്ല, അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ലായിരുന്നു. അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ഒരു സ്ഥാപനം, വലിയൊരു സ്ഥാനം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു സെന്റർ ആയിരുന്നു അത്. ചെറുപ്രായത്തിൽ തന്നെ ജീവിതത്തിലെല്ലാം അസ്തമിച്ചു എന്ന് കരുതിയെടുത്തെന്നാണ് പുതു ജീവിതം കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പം ആ ചുമരിൽ 4 ചുമരുകളുടെ ഉള്ളില് ഇങ്ങനെ വീർപ്പ് മുട്ടി ജീവിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, വേദനിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരുപാട്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. അത് നമ്മള് ഒരു എന്താ പറയാ, ഒരു പല്ലിയുടെ പാല് പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കും. അത് കിടന്ന് പടക്കത്തേലുള്ളൂ. ആ ഒരു സർക്കിൾ ആയിരുന്നു ആ ഒരു റൂം. അന്ന് വീൽ ചെയർ പോലെ യൂസ് ചെയ്തു. 9 വർഷക്കാലത്തോളം ബെഡ് തന്നെയായിരുന്നു. അതെല്ലേ? പക്ഷെ എന്റെ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാവുന്നത്. അപ്പം കൂട്ടുകാരൊക്കെ ആയിരുന്നു കൂടുതൽ നമുക്ക് സപ്പോർട്ട്. അതാണ് നല്ല കൂട്ടുകാര് എന്ന് പറയുന്നത് ജീവിതത്തിൽ വിലമതിക്കാനാവാത്ത സമ്പാദ്യമാണ്. പിന്നെ അവരെ ഒരിക്കലും മറക്കില്ല. പിന്നെ ശേഷം എന്ന് വെച്ചാല് ഞാൻ അവിടുന്ന് ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. തൊടുപുഴക്കാരിയായിരുന്നു, ജെസ്സി എന്നവളുടെ പേര്. അപ്പോൾ അവള് എന്നെ കല്യാണം കഴിക്കണം, നമുക്കൊരു ജീവൻ തരണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ആദ്യം ഭയങ്കരമായിട്ട് എതിർത്തായിരുന്നു. ഒരു 1 വർഷത്തോളം ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത് എനിക്ക് പാരൻസ് ഇല്ല, പിന്നെ സാമ്പത്തികമായിട്ട് അങ്ങനെ ഒന്നുമില്ല, വീട് പോലും ഒന്നുമില്ലായിരുന്നു. പക്ഷെ പുള്ളിക്കാരി ഒഴിഞ്ഞു പോകാൻ തയ്യാറായിരുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ രണ്ടും കൽപ്പിച്ച് എൻ്റെ അടുത്ത് കൂട്ടുകാരോട് സംസാരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടുന്ന് കല്യാണം കഴിച്ചു. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ മാസമായിരുന്നു എൻ്റെ വെഡിങ് ആനിവേഴ്സറി, 10ാം വെഡിങ് ആനിവേഴ്സറി. അതെല്ലേ? സന്തോഷമായിട്ട് പോകുന്നു. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ, രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു പാട്ടിലേക്ക് കടന്നാലോ? ഓക്കെ. ഏത് പാട്ടാണ് പാടുന്നത്? അത് പിന്നെ ശ്യാമമ്പരം. അടിപൊളി പാട്ട്. ഓക്കെ. അടിപൊളി പാട്ടാണ്. സായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതിസാഗരം തിളങ്ങി, ചാരേ കൺ തുറന്നതു സുവർണ്ണ താരകം. സായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതിസാഗരം തിളങ്ങി, ചാരേ കൺ തുറന്നത് സുവർണ്ണ താരകം. സ്വർഗവാതിൽ കിടിത്തേടി തീരാത്തേൻ മൊഴികൾ, നാദം മൃദുവായി കൊഴിയും നിലവിൽ പോരും. മെല്ലെ കേട്ടാൽ മനമതിയും ഹൃദയമന്ത്ര ചിന്ത്. മെല്ലെ കേട്ടാൽ മനമലിയും ഹൃദയമന്ത്ര ചിന്ത്. ശ്യാമാംബരം നീളെ മണിമുകിലിനുള്ളിൽ തുടിയുണരും നേരം തിങ്കൾ കലമാനോടും ദൂരെ കണ്ടാൽ മനമലിയും ചന്ദ്രകാന്ത കല്ല്. ദൂരെ കണ്ടാൽ മനമലിയും ചന്ദ്രകാന്ത കല്ല്. അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. ഭയങ്കര ചുമയായിരുന്നു, ഒരു 1.5 മാസത്തോളം കുറഞ്ഞിട്ടില്ല. അതെല്ലേ? ഇപ്പൊ ഒന്ന് എങ്ങനെയാണ് വർണ്ണിക്കാൻ വാക്കുകളില്ല. ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇവിടെ കയറി വരുമ്പോഴൊന്നും.
കാരണം വെച്ചാൽ ഇത്ര വലിയൊരു കലാകാരനെ ഞങ്ങള് പരിചയപ്പെടാൻ താമസിച്ചു പോയല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ മനസ്സിൽ. ഓക്കെ. പിന്നെ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് ഇപ്പോഴും നിലവിലെ കാര്യങ്ങളൊക്കെ? ഒരു ഷോപ്പുണ്ട്, ഒരു കടയുണ്ട്. എവിടെയാണ്? സ്റ്റോർ നമ്മളെ ചായ മസാറിന് മംഗളം വന്ന റൂട്ട് തന്നെയാണ്. പലചരക്ക് പച്ചക്കറിയായിരുന്നു. അപ്പൊ അത് ഏകദേശം ഒരു 4 വർഷത്തോളം ആവുന്നു. അതെല്ലേ? അപ്പൊ അത് തുടക്കത്തിൽ എനിക്ക് തുടങ്ങാനായിട്ടുള്ള എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഫ്ലവേഴ്സിൽ. അനന്തരം അത് മാത്രമല്ല, അത് ചിലതായി ഇങ്ങനെ ഡിസംബർ ഉള്ളവർക്ക് ഒരു പിന്നെ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പറയായിരുന്നു. അത് അതിന് മുമ്പ് ഫ്ലവേഴ്സിൽ പിന്നെ കോമഡി ഉത്സവത്തിൽ കിട്ടിയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പോയില്ല. 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങോട്ട് വിളിക്കാൻ വരെ പറഞ്ഞായിരുന്നു, അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ വീട്ടും പോയി. അപ്പൊ അതിന്റെ ഒരു ചാൻസ് ആയിരുന്നു. പക്ഷേ ഞാൻ പറയാം, ഇങ്ങനത്തെ കൂട്ട് അവസരങ്ങള് ദൈവം നമ്മൾക്ക് തരുമ്പോ, വാതിലുകൾ തുറന്നു തരുമ്പോ അത് നിരസിക്കരുത് കേട്ടോ. ശരിയായിരുന്നു. പക്ഷെ അന്ന് ആ സമയത്ത് ഭയങ്കര മഴയും പിന്നെ ട്രാവലിംഗ് ഇച്ചിരി ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഓർത്തിട്ടായിരുന്നു. എന്നാലും എറണാകുളത്തേക്ക് പോകാറുണ്ട്. പക്ഷെ അന്നൊക്കെ ഭയങ്കര മഴയായതുകൊണ്ടും അതുകൊണ്ടായിരുന്നു മടിച്ചതായി. കാരണം വെച്ചാല് ഇതേപോലെ ചാൻസ് കിട്ടാൻ വേണ്ടിട്ട് ഒരുപാട് ജനങ്ങൾ കൊതിക്കുന്നുണ്ട്, ആഗ്രഹിച്ചിട്ട് കാത്ത് 8 പ്രാവശ്യമൊക്കെ ഓഡിഷനിൽ പോയിട്ട് കിട്ടാത്ത ആൾക്കാർ എനിക്കറിയാം. അപ്പൊ നിങ്ങളെ പോലെയുള്ള അവരിങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ അത്രമാത്രം നമ്മളതിനെ പെട്ടെന്ന് മിസ്സായി പോയി. വിട്ടുപോയി. അപ്പൊ സ്പോർട്സ് താരമാണെന്ന് ആയിരുന്നു. സ്പോർട്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് ഫുട്ബോള് ഭയങ്കര ജീവനായിരുന്നു. പിന്നെ അത് പ്രത്യേകിച്ച് ആ രീതിയിലാക്കി എടുത്ത് ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് പവിത്ര മാഷ് ചൈത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് സാറായിരുന്നു. സാറിന്റെ പെറ്റായിരുന്നു ഞാൻ. ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ റണ്ണിങ് ആയിരുന്നു എൻ്റെ മെയിൻ. അതല്ലേ? പിന്നെ ഫുട്ബോള്. പക്ഷെ അങ്ങനെ ആയില്ല. അതിനു മുമ്പ് വീണ് പോയില്ലേ.